ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. ഒരേ സമയം ഒരു പണ്ഡിതൻ, ഒരു കവി, പിന്നെ ഒരു വിപ്ലവകാരി, ഇങ്ങനെ മൂന്നും ഒരാളിൽ ഒത്തുചേരുക എന്ന് പറയുന്നത് ശരിക്കും ഒരു അപൂർവ കാര്യമാണ്, അല്ലേ? പക്ഷേ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വ്യക്തി മലബാറിന്റെ ചരിത്രത്തിലെ ആ അതുല്യ പ്രതിഭ, വെളിയൻകോട് ഉമർ ഖാളി, ഈ മൂന്ന് റോളുകളും ഒരുപോലെ ഗംഭീരമാക്കിയ ഒരാളാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രചോദനം നിറഞ്ഞ ജീവിതത്തിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം. നമുക്ക് തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല ഇടം അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളാണ്. ദൈവത്തിന്റെ ഭൂമിക്ക് നികുതിയില്ല. ഒന്നാലോചിച്ചു നോക്കൂ, ബ്രിട്ടീഷ് സാമ്രാജ്യം മലബാറിൽ പിടിമുറുക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെയൊരു പ്രഖ്യാപനം വരുന്നത്. ഇത് വെറുമൊരു മുദ്രാവാക്യമായിരുന്നില്ല, മറിച്ച് കൊളോണിയൽ അധികാരത്തോടുള്ള ഒരു തുറന്ന വെല്ലുവിളി തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം എളുപ്പത്തിൽ മനസ്സിലാക്കാനും പ്രത്യേകിച്ച് പരീക്ഷയ്ക്കൊക്കെ ഓർത്തുവെക്കാനും വേണ്ടി നമ്മളിതിനെ ഒരു 5 ഭാഗങ്ങളായിട്ടാണ് നോക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ തുടക്കം മുതൽ അവസാനം അദ്ദേഹം നമുക്ക് നൽകിപ്പോയ ആ വലിയ പൈതൃകം വരെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോ ആരായിരുന്നു ശരിക്കും ഈ ഉമർ ഖാളി? അദ്ദേഹത്തിന്റെ കാവ്യഗുണത്തെക്കുറിച്ച് പറയാൻ ഒറ്റ പേരു മതി: മലബാറിലെ ഹസ്സാൻ. ആരാണ് ഹസ്സാൻ? പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കവിയായിരുന്ന ഹസ്സാൻ ഇബ്നു താബിത്ത്. അത്രയും വലിയൊരാളോടാണ് പണ്ഡിതന്മാർ ഉമർ ഖാളിയെ താരതമ്യം ചെയ്തിരുന്നത്. അദ്ദേഹം ജനിച്ചത് മലബാറിലെ വെളിയൻകോട് എന്ന ഗ്രാമത്തിലാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഹസ്സാനിൽ മലബാർ എന്ന് വിളിച്ചതെന്നറിയാമോ? കാരണം അദ്ദേഹം ഒരു ഇംപ്രൊവൈസേഷണൽ പോയറ്റായിരുന്നു. അതായത് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ആ നിമിഷം തന്നെ അതിമനോഹരമായ അറബി കവിതകളാക്കി മാറ്റാനുള്ള ഒരു പ്രത്യേക കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല. ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്. അനാഥനായ ഒരു കുട്ടി എങ്ങനെയാണ് ഇത്രയും വലിയൊരു നേതാവായി മാറിയത്? ആ കഥ നമുക്കൊന്ന് നോക്കാം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് വലിയ നഷ്ടങ്ങൾ നേരിടേണ്ടി വന്നു. വെറും 8 വയസ്സുള്ളപ്പോൾ ഉമ്മ ആമിനയെ നഷ്ടപ്പെട്ടു. 2 വർഷം കഴിഞ്ഞ് 10ാം വയസ്സിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗുരുകൂടിയായ ഉപ്പ അലി മുസ്ലിയാരും മരണപ്പെട്ടു. അപ്പോ ചെറുപ്പത്തിലെ ആരാധനായി. പക്ഷേ അദ്ദേഹം തളർന്നില്ല. ആ വിഷമങ്ങളെല്ലാം അറിവ് നേടാനുള്ള ഒരു ഊർജ്ജമാക്കി മാറ്റി അദ്ദേഹം. അന്നത്തെ ഏറ്റവും വലിയ പണ്ഡിതന്മാരെവിടെയാണോ അങ്ങോട്ടൊരു യാത്ര തുടങ്ങി. ഈ യാത്ര അദ്ദേഹത്തെ താനൂർ, പൊന്നാനി പോലുള്ള അക്കാലത്തെ വിജ്ഞാനത്തിന്റെ കേന്ദ്രങ്ങളിലെത്തിച്ചു. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പ്രധാന ഗുരുക്കന്മാരുടെ പേരുകളാണിത്. ഈ പേരുകൾ ശ്രദ്ധിച്ചു വയ്ക്കുന്നത് നല്ലതാണ്, കാരണം ഇവരുടെയൊക്കെ ചിന്തകൾ ഉമർ ഖാളിയിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഗുരുക്കന്മാരുടെ അടുത്തുനിന്ന് അദ്ദേഹം അറബി ഗ്രാമറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കിതാബായ അൽഫിയ ഇബ്നു മാലിക്, പിന്നെ കർമ്മശാസ്ത്രത്തിലും ഖുറാൻ വ്യാഖ്യാനത്തിലുമൊക്കെയുള്ള അടിസ്ഥാന ഗ്രന്ഥങ്ങളായ ഫത്ഹുൽ മുയീൻ, തഫ്സീറുൽ ജലാലൈൻ തുടങ്ങിയവയെല്ലാം പഠിച്ചു. ഇങ്ങനെ കഠിനമായ പഠനത്തിലൂടെ അദ്ദേഹം വെറുമൊരു പണ്ഡിതൻ മാത്രമല്ല ആയിത്തീർന്നത്, അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയായി മാറി. ആളുകൾ ബഹുമാനിക്കുന്ന ഒരു ന്യായാധിപൻ, അഗാധജ്ഞാനിയായ ഒരു പണ്ഡിതൻ, പിന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കവി. പഠനമെല്ലാം കഴിഞ്ഞ് അദ്ദേഹം സ്വന്തം നാടായ വെളിയങ്കോട്ടേക്ക് തന്നെ തിരിച്ചുവന്നു. അവിടത്തെ വലിയ പള്ളിയിലെ കാളിയായി അദ്ദേഹത്തെ നിയമിച്ചു. ഒരു കാളിയെന്ന് പറഞ്ഞാൽ അന്ന് വെറും ജഡ്ജ് മാത്രമല്ല, ആ നാടിന്റെ ആത്മീയവും സാമൂഹികവുമായ എല്ലാ കാര്യങ്ങളുടെയും ഒരു നേതാവ് കൂടിയായിരുന്നു. പക്ഷേ നോക്കൂ, അദ്ദേഹത്തിന്റെ അറിവ് മതപരമായ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങിയില്ല. വൈദ്യം, ഗണിതം, കണക്കെഴുത്ത്, ഇതിലൊക്കെ അദ്ദേഹത്തിന് നല്ല പ്രാവീണ്യമുണ്ടായിരുന്നു. ഇതൊക്കെ കാണിക്കുന്നതെന്താണ്? അദ്ദേഹത്തിന്റെ ആ ഒരു ഇന്റലക്ച്വൽ റേഞ്ച്, എല്ലാ വിജ്ഞാനശാഖകളോടും അദ്ദേഹത്തിനുണ്ടായിരുന്ന ബഹുമാനം, അതൊക്കെയാണ്. ഒരു കവിയെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രശസ്തി മലബാറും കടന്ന് അങ്ങ് അറബ് ലോകം വരെ എത്തിയിരുന്നു, പ്രത്യേകിച്ച് പ്രവാചകനെ പുകഴ്ത്തിക്കൊണ്ടുള്ള കവിതകൾക്ക്. അതിൽ തന്നെ അൽ ഖസീദ അൽ ഉമരിയ അദ്ദേഹത്തിന്റെ ഒരു മാസ്റ്റർപീസായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്.
ഇനി അദ്ദേഹത്തിന്റെ കവിതയിലെ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അറബി കവിതയിൽ അദ്ദേഹം മലയാളം വാക്കുകൾ ഉപയോഗിച്ചു എന്നതാണ്. കാക്ക, കൊക്ക് എന്നൊക്കെ അറബി ബൈത്തിൽ കൊണ്ടുവന്നു. എന്തിനാണെന്നോ, സാധാരണക്കാരായ ആളുകൾക്ക് അറബി ഭാഷയോട് ഒരു താൽപ്പര്യമുണ്ടാക്കാനും അത് പഠിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയുള്ള ഒരു അടിപൊളി ടെക്നിക്കായിരുന്നു അത്. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചില രചനകൾ. വിശ്വാസകാര്യങ്ങൾ മുതൽ അക്ഷരങ്ങൾക്ക് പുള്ളി അഥവാ നുക്ത ഇടാതെ എഴുതിയ കവിതകൾ വരെ ഇതിലുണ്ട്. ഇത് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഓരോ ഗ്രന്ഥത്തിന്റെയും പ്രത്യേകതകൾ നോട്ട് ചെയ്തു വെക്കുന്നത് നന്നായിരിക്കും. ശരി, ഉമ്മർ ഖാളി എന്നാൽ പുസ്തകങ്ങളിലും കവിതകളിലും മാത്രം ജീവിച്ചൊരാളായിരുന്നില്ല. അനീതി എവിടെ കണ്ടാലും അതിനെതിരെ ശബ്ദമുയർത്തുന്ന ഒരു ധീരനായ നേതാവു കൂടിയായിരുന്നു അദ്ദേഹം. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മലബാറിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളുടെ മുൻനിരയിൽ തന്നെയുണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രധാന സമരമാർഗം എന്തായിരുന്നെന്നറിയാമോ? നികുതി കൊടുക്കാതിരിക്കുക. ഇതൊരു സിമ്പിൾ കാര്യമല്ല. ബ്രിട്ടീഷ് ഭരണത്തിന്റെ സാമ്പത്തികമായ അടിത്തറയിളക്കുന്നൊരു നീക്കമായിരുന്നു അത്. ദൈവത്തിന്റെ ഭൂമിക്ക് നികുതിയില്ല എന്ന ആ ഒരൊറ്റ വാചകം, ആ ഒരൊറ്റ പ്രഖ്യാപനം മതിയായിരുന്നു അന്നത്തെ മലബാറിലെ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ഒരുമിച്ച് ആ കൊളോണിയൽ ശക്തിക്കെതിരെ ഒന്നിപ്പിക്കാൻ. ആലോചിച്ചു നോക്കും, എന്തൊരു പവർഫുള്ളായ ഐഡിയ ആയിരുന്നു അതെന്ന്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത സംഭവബഹുലമായ ഒരു ജീവിതത്തിനു ശേഷം അദ്ദേഹത്തിന്റെ യാത്ര അവസാനിക്കാണ്. പക്ഷെ അദ്ദേഹം കൊളുത്തിവെച്ച ആ വെളിച്ചം ഇന്നും കെടാതെ നിൽക്കുന്നു. 1857 റമദാൻ മാസമായിരുന്നു അത്. പള്ളിയിൽ തറാവീഹ് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നതിനിടയിൽ പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം പെട്ടെന്ന് കുഴഞ്ഞു വീണു. ഏകദേശം 3 മാസത്തോളം അസുഖം നീണ്ടുനിന്നു. ഒടുവിൽ ഹിജ്റ 1273 ദുൽഹജ് മാസം 23-ന് തന്റെ 95-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അപ്പോൾ നമ്മൾ അവസാനം ഈ ഒരു ചോദ്യത്തിലേക്കാണെത്തുന്നത്: എങ്ങനെയാണ് ഒരു കവിയും പണ്ഡിതനും വിപ്ലവകാരിയുമൊക്കെയായി ഒരാൾക്ക് മാറാൻ കഴിയുക? ഉമർ ഖാളിയുടെ ജീവിതം തന്നെയാണ് അതിനുള്ള ഉത്തരം. എപ്പോഴാണോ നിങ്ങളുടെ അറിവ് അനീതിക്കെതിരെ പോരാടാനുള്ള ഒരു ആയുധമായി മാറുന്നത്, എപ്പോഴാണോ നിങ്ങളുടെ കവിത വിപ്ലവത്തിന്റെ ശബ്ദമായി മാറുന്നത്, അപ്പോഴത് സാധ്യമാകും എന്ന് അദ്ദേഹം സ്വന്തം ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തന്നു. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.